Hello guys, welcome to market analysis video. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പയറി ഡേ ആയിരുന്നു. സോ കഴിഞ്ഞ 2-3 ദിവസത്തെ മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കിവിടെ ചാർട്ട് വഴി നോക്കാം വിശദമായിട്ട്. സോ ഇവിടെ ഫ്രൈഡേ ഒരു നല്ലൊരു ഷാർപ്പ് സെല്ലിങ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു സെല്ലിങ് ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കറ്റിൽ ഒരു സെല്ലിങ് മൂവ്മെന്റ് ഇനിയും ഉണ്ടാവും എന്നുള്ള ഒരു പോസിബിലിറ്റി ആയിരുന്നു ഫ്രൈഡേയിലെ മാർക്കറ്റിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ പിറ്റേന്ന് 2 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ ഒരു സെല്ലിങ് റിക്കവർ ആക്കിയിരുന്നു. സോ ഇതൊരു പാറ്റേൺ ആയിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഓൾ ടൈം ഹൈന്ന് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡ് വന്നു, ഒരു സപ്പോർട്ട് എടുത്തു, പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയി. സോ ഈ റിവേഴ്സല് ഒന്നെങ്കിൽ മാർക്കറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്ക് വീണ്ടും ഒരു റിക്കവറി കാണണം. പക്ഷെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസം ഒരു റിക്കവറി മോഡിലായിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു സെല്ലിംഗ് സിങ്ങോടെ മാർക്കറ്റ് ഒരു റിവേഴ്സൽ പാറ്റേൺ വീണ്ടും ഇവിടുന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് മാർക്കറ്റ് ഈ ഒരു ലോ, ഇവിടെയുള്ള ഈ ഒരു ലോ വീണ്ടും ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇനി ഇങ്ങോട്ടേക്ക് വന്ന് ഒരു പ്രൈസ് ആക്ഷൻ തന്ന് വീണ്ടും ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ടത്. സോ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിൽ വഴി നോക്കാം. സോ അത് പ്രകാരം നമുക്ക് നാളത്തെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് നല്ലൊരു സെല്ലിങ്ങിൽ മാർക്കറ്റ്, കഴിഞ്ഞ ദിവസമല്ല ഫ്രൈഡേ ഒരു നല്ലൊരു സെല്ലിംഗ് ആണ് നമുക്കിവിടെ തന്നത്. സോ നമ്മൾ ഡെയിലി ക്യാൻഡിൽ കണ്ട പ്രകാരം തന്നെ ഫ്രൈഡേ ഒരു നല്ലൊരു സെല്ലിങ് തന്നു. അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി റിക്കവർ ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സെല്ലിങ് പിറ്റേന്ന് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആക്കി. പക്ഷെ ഈ റിവേഴ്സിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ഒരു സെല്ലിംഗ് സൈഡിൽ നിന്ന് ഒരു നല്ലൊരു റാലി അപ്പ് സൈഡിലേക്ക് തന്നു, ഈ ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ കാണിച്ചു. സോ അതുപോലെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗണിലാണ്, എന്നിട്ട് ഒരു ബൈയിങ് തന്നു, പിന്നെ ഒരു സെല്ലിങ്ങിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. സോ ഇവിടുത്തെ പാറ്റേൺ നോക്കുകയാണ്. നമുക്ക് ചില സമയത്ത് ട്രേഡ് എടുക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന പാറ്റേണുകളൊക്കെയാണ് ഇത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബൈയിങ്, പിന്നെ സെല്ലിങ്, ഇവിടെ ഒരു നെക്ക് ലൈൻ, പിന്നെ ഇവിടെ ഒരു എം പാറ്റേൺ. ഇവിടെ ഒരു എം പാറ്റേൺ ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇത് 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്ന്, ഇവിടെ ഒരു നെക്ക് ലൈൻ വന്നു, അവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് തന്നു. അത് മാത്രമല്ല ഈ ഒരു ലെവൽസ് എന്ന് പറഞ്ഞാൽ 25,000 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. സോ ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് മനസ്സിലാക്കും. ഇനി നാളത്തെ മാർക്കറ്റ് നോക്കണം. ഫസ്റ്റ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. വീണ്ടും അവിടെ തന്നെ മാർക്കറ്റ് ഒരു റിവേഴ്സൽ കാണിച്ചിട്ട് ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു റാലി, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25,000 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാൻ പറ്റൂ. കാരണം ഈ ഒരു ലെവല് ബ്രേക്ക്ഔട്ട് തന്ന് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ കുറച്ച് കൺസോളിഡേഷൻ തന്നിട്ട് മുകളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡേക്ക് ഒരു ട്രേഡ് നോക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഡെയിലി ക്യാൻഡിൽ കണ്ടതുപോലെ മാർക്കറ്റ് 24,800 താഴേക്ക് വന്ന് ഈ ഒരു ലെവലിൽ വീണ്ടും
ടെസ്റ്റ് ചെയ്ത് ഇതൊരു റിവേഴ്സൽ ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നാളത്തെ മാർക്കറ്റ് നോക്കണം. നാളെ നിഫ്റ്റിയിൽ എക്സ്പയറി ഡേ ആണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി, പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിന്റെ അത്ര മൂവ്മെന്റുകളൊന്നും ഇന്നുണ്ടായിരുന്നില്ല. സോ പല മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പയറി ഡേ ഉള്ള മാർക്കറ്റ് ഇപ്പം ചില സമയത്ത് മൂവ്മെന്റുകൾ ഇല്ലാതെ വളരെ ചെറിയ മൂവ്മെന്റുകൾ മാത്രമേ തരാറുള്ളൂ. സോ നാളെ നിങ്ങൾ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, എക്സ്പയറി ഡേ ഉള്ള ട്രേഡിങ് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. സോ ഇന്നത്തെ ഇത്ര മാത്രമേ ഉള്ളൂ. നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾക്ക് വിശദമായിട്ട് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.